ഹലോ എവ്രി വൺ, നമുക്ക് ബാക്ടീരിയൽ സ്പോറിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇതാണ് ബാക്ടീരിയൽ സ്പോറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സം ബാക്ടീരിയ പൊസസ് എബിലിറ്റി ടു ഫോം ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള റെസ്റ്റിംഗ് സ്റ്റേജ്, അതിനെയാണ് സ്പോർ എന്ന് വിളിക്കുന്നത്. ഓരോ ബാക്ടീരിയയും ഒരു സ്പോർ ഫോം ചെയ്യുന്നുണ്ട്. ജെർമിനേഷൻ്റെ സമയത്ത് ഈ സ്പോർ സിംഗിൾ വെജിറ്റേറ്റീവ് സെല്ലായിട്ട് മാറുന്നു. സ്പോർ പ്രൊഡക്ഷനെ സ്പോറുലേഷൻ എന്ന് വിളിക്കുന്നു. പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്പോറാണ് എൻഡോസ്പോർ. എൻഡോസ്പോറിൻ്റെ ഷേപ്പും പൊസിഷനും സൈസും പാരന്റ് സെല്ലിൻ്റെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർ സെൻട്രൽ, ടെർമിനൽ അല്ലെങ്കിൽ സബ് ടെർമിനൽ ആയിരിക്കും. ഓവൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അതുപോലെ അൺഫേവറബിൾ കണ്ടീഷൻസിൽ അവർ സെഞ്ചുറീസ് വരെ വൈബിൾ ആയിട്ട് റിമൈൻ ചെയ്യുന്നു. കണ്ടീഷൻസ് ഫേവറബിൾ ആവുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നു? സ്പോർസ് ജെർമിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ റെസിസ്റ്റൻ്റ് ആണ് ഡെസിക്കേഷനോടും കെമിക്കൽസിനോടും ഹീറ്റിനോടും. ഓക്കെ, ഒരു സ്പോറിന് സ്പോർ ഷെൽ, കോട്ട്, കോർട്ടെക്സ്, കോറ്, സ്പോറിന് വാൾ ഇതൊക്കെ ഉണ്ടാവും. ഒരു DNA ഉണ്ടായിരിക്കും. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അവൈലബിൾ ആണ്.